മലയാള സിനിമയിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട സംവിധായകൻ സത്യൻ അന്തിക്കാട് യുവതലമുറയുടെ ഇഷ്ടക്കാരനായ ദുൽഖർ സൽമാനുമായി കൈകോർത്തപ്പോൾ പ്രേക്ഷകന്റെ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. ഒടുവിൽ സിനിമാ സമരത്തിന് ശേഷം ജോമോന്റെ സുവിശേഷങ്ങൾ തിയേറ്ററുകളിൽ എത്തുകയാണ്. സത്യൻ അന്തിക്കാട് സിനിമകളായ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, മനസ്സിനക്കരെ, രസതന്ത്രം തുടങ്ങിയ ചിത്രങ്ങളെ പ്രതിപാദിച്ച അച്ഛൻ മകൻ ബന്ധം തന്നെയാണ് ജോമോന്റെ സുവിശേഷങ്ങളുടെയും ഹൈലൈറ്റ്. ഇത്തരം പ്രമേയങ്ങൾ കാലഹരണപ്പെട്ടു പോകുന്നവയല്ലെന്നും എന്നും പുതുമയുള്ളതാണെന്നുമുള്ള വിശ്വാസമായിരിക്കാം വീണ്ടും ഇത്തരം ഒരു കഥയുമായി പ്രേക്ഷകരുടെ മുമ്പിലെത്താൻ സത്യൻ അന്തിക്കാടിനെ പ്രേരിപ്പിച്ചത്. സത്യൻ അന്തിക്കാടിന്റെ ആ വിശ്വാസം തെറ്റിയില്ലെന്ന് തന്നെ പറയാം. കാരണം ഇത്തരം ചിത്രങ്ങൾക്ക് ഇന്നും പ്രേക്ഷകർ ഉണ്ടെന്നാണ് ജോമോന്റെ സുവിശേഷങ്ങൾക്ക് ആദ്യ ദിനം ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണം വ്യക്തമാക്കുന്നത്. ഇനി കഥയിലേക്ക് വരാം. വിൻസെന്റ് എന്ന സമ്പന്നനായ ബിസിനസ്സുകാരന്റെ പുത്രനാണ് ജോമോൻ. ബാക്കി മക്കളെല്ലാവരും നല്ല രീതിയിൽ എത്തിയപ്പോൾ ഒന്നിനും കൊള്ളാത്തവനായാണ് ജോമോൻ വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കത്തിൽ നല്ല കുരുത്തക്കേടും ഉത്തരവാദിത്തമില്ലായ്മയുമുള്ള യുവാവാണ് ജോമോൻ. പഠിത്തത്തിൽ ഉഴപ്പൻ, പെൺകുട്ടികൾക്ക് മുമ്പിൽ ആളാകാൻ ചില കുരുത്തക്കേടുകൾ ചെയ്യുന്നവൻ. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അയാൾ തന്റെ കഴിവ് തിരിച്ചറിയുന്നു. ഒന്നിനും കൊള്ളാത്തവനായി വിലയിരുത്തുമ്പോഴും ജോമോനുമായി വിൻസെന്റിനുണ്ടാകുന്ന മറ്റു മക്കളോട് തോന്നാത്ത ഒരു ആത്മബന്ധമുണ്ട്. അതുതന്നെയാണ് ജോമോന്റെ സുവിശേഷങ്ങളിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും. ദുൽഖർ സൽമാനും മുകേഷും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി സത്യൻ അന്തിക്കാട് ശരിക്കും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഇരുവരും തമ്മിലുള്ള പല കോമ്പിനേഷൻ സീനുകളും പ്രേക്ഷകരുടെ മനസ്സിൽ സ്പർശിക്കുന്ന സത്യൻ അന്തിക്കാട് കയ്യൊപ്പ് പതിഞ്ഞവ തന്നെയാണ്. മമ്മൂട്ടി തീർച്ചയായും കണ്ടിരിക്കേണ്ട ദുൽഖർ ചിത്രമെന്ന് മുകേഷ് പറയാൻ കാരണവും ഇത് തന്നെയാകും. ബന്ധങ്ങളുടെ തീവ്രത മനസ്സിലാക്കി തരുന്ന ഒരു പ്രമേയത്തിന് രസചരട് ഒട്ടും ചോർന്നു പോകാതെയുള്ള തിരക്കഥയൊരുക്കുന്നതിൽ തിരക്കഥാകൃത്ത് ഇക്ബാൽ കുറ്റിപ്പുറവും വിജയിച്ചിരിക്കുന്നു. സത്യൻ അന്തിക്കാടിന്റെ പതിവ് നായകന്മാരെ പോലെ തന്നെ നിഷ്കളങ്കനായ ജോമോനെ പൂർണ്ണതയിലെത്തിക്കാൻ ദുൽഖറിനും സാധിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം മുകേഷിന് ലഭിച്ച മികച്ച കഥാപാത്രമാണ് ചിത്രത്തിലെ വിൻസെന്റ്. എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം ഐശ്വര്യ രാജേഷിന്റേതാണ്. കാക്കമുട്ടയ്ക്ക് ശേഷം പ്രേക്ഷകരുടെ മനം കവർന്ന ഐശ്വര്യയുടെ മറ്റൊരു കഥാപാത്രം. അനുപമ പരമേശ്വരൻ, മനോബാല, ഇന്നസെന്റ്, മുത്തുമണി, വിനു മോഹൻ, ജേക്കബ് ഗ്രിഗറി തുടങ്ങിയവരുടെ പ്രകടനവും മികച്ചു നിന്നു. വിദ്യാസാഗർ ഈണമിട്ട ഗാനങ്ങളെല്ലാം തന്നെ ആസ്വാദ്യകരം. എസ് സുകുമാർ ഒരുക്കിയ മനോഹരമായ ഫ്രെയിമുകൾ ചിത്രത്തിന്റെ മറ്റൊരു ആകർഷകതയാണ്. കഥാസന്ദർഭങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതം. ചുരുക്കത്തിൽ ഒരു സത്യൻ അന്തിക്കാട് ചിത്രം പ്രതീക്ഷിച്ചു വരുന്ന പ്രേക്ഷകനെ ഒട്ടും നിരാശപ്പെടുത്താത്ത മനോഹര കുടുംബചിത്രം തന്നെയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്താം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.